മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നതിനുള്ള ആശ്വാസകരമായ വാർത്ത ഇന്നലെ രാത്രിയാണ് വന്നത്. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്ന് റെയിൽവേ പോലീസാണ് ഈ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത്. ലോണവാലയിൽ നിന്നാണ് കുട്ടികളെ ലഭിച്ചത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് വളരെ നിർണായകമായത്. RPF സംഘം കുട്ടികളെ പൂനെയിലെത്തിച്ച് താനൂർ പോലീസിന് കൈമാറും. വീട്ടിലേക്ക് മടങ്ങില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇരുവർക്കും കൌൺസിലിംഗ് നൽകാനും തീരുമാനമായി. ജംഷീർ കൊടിഞ്ഞിയുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ ബുധനാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പരീക്ഷയ്ക്കെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണാതായി. വലിയ സമ്മർദ്ദം അനുഭവിച്ചു കുടുംബവും സമൂഹവും ഒക്കെ. ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ RPFന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ പോലീസിന് കൈമാറും. താനൂർ പോലീസ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴേക്ക് അവിടെ എത്തും? ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായത്? ജംഷീർ. തീർച്ചയായിട്ടും ജിൽസി, കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ഒരു അനിശ്ചിതത്വത്തിന് ഒരു അറുതിയായിരിക്കുന്നു, അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഈ പെൺകുട്ടികളെ കണ്ടെത്തിയ വിവരം അറിഞ്ഞതിനെ തുടർന്ന് താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം, അതായത് താനൂർ SIയും ഒരു വനിതാ പോലീസും അതോടൊപ്പം തന്നെ മറ്റൊരു പോലീസുകാരനും ചേർന്നുള്ള സംഘം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി അവിടെ പുനെയിൽ എത്തും എന്നുള്ളതാണ്. അതിനുശേഷം കുട്ടികളെ ഹാൻഡ് ഓവർ ചെയ്യും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തുടർന്ന് ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ള വിവരവും അവിടെ നിന്ന് വരുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ചില നീക്കങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി തുടരെയുള്ള പോലീസിന്റെയും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെയും ഒക്കെ പ്രവർത്തനം, അവരുടെയൊക്കെ നിർത്താതെയുള്ള പിന്തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ വേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞതെന്നുള്ളതാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഏതാണ്ട് ഒരു 11 മണിയോട് കൂടിയാണ് ഈ കുട്ടികളെ കാണാതെയാകുന്നത്. സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് വരുന്നു, പിന്നീട് കാണാതെയാകുന്നു. പരീക്ഷയ്ക്ക് വരുന്നു, സ്കൂളിൽ അവരെ കൊണ്ടാക്കുന്നു. പക്ഷേ സ്കൂളിലെ പരീക്ഷ എഴുതിയില്ല. ഇതേ തുടർന്ന് വീട്ടുകാരുമായി ബന്ധപ്പെടുമ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ എത്തിയില്ല എന്ന വിവരം അറിയുന്നത്. പിന്നീടാണ് വൈകുന്നേരത്തോടു കൂടിയാണ് അവർ പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്നാണ് കുട്ടികളെ കാണാനെന്നുള്ള വിവരം പുറത്തറിയുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും. പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുന്നു. അതായത് ഈ കുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ യൂണിഫോമിലായിരുന്ന കുട്ടികൾ വേഷം മാറി കളർ ഡ്രസ് ഇട്ടുകൊണ്ട് അവർ ട്രെയിൻ കയറാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചു. ഈ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിലും ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ ഈ കുട്ടികളുടെ ഫോണിലേക്ക് ഒരാളിൽ നിന്ന് ഈ 2 ഫോണിലേക്കും മാറി മാറി കോളുകൾ വന്നത് നിർണായകമായി. ഈ കോളുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടികൾ മുംബൈയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ആദ്യം കോഴിക്കോട്ടേക്കും പിന്നെ അവിടുന്ന് പനവേലിലേക്കും അവിടുന്ന് മുംബൈയിലേക്കും ഒക്കെ ട്രെയിൻ മാറി കയറിയാണ് ഇവർ പോയത് എന്നുള്ളത് പോലീസിനെ വ്യക്തമായി. തുടർന്ന് ഈ യുവാവിനെ പോലീസ് ബന്ധപ്പെട്ടു. എടവണ്ണ സ്വദേശിയായിട്ടുള്ള ഈ യുവാവിനെ പോലീസ് ബന്ധപ്പെട്ട് യുവാവിനെ ആദ്യഘട്ടത്തിൽ യുവാവ് പോലീസുമായി സഹകരിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ യുവാവ് ഈ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ കുട്ടികളെ മുംബൈയിൽ എത്തിച്ചതിന് ശേഷം മടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ പോയത് എന്നാണ് യുവാവ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ യുവാവിനോട് അവിടെ തുടരാൻ പറയുകയും ഈ കുട്ടികൾ ഈ യുവാവിനുമായി ബന്ധപ്പെടുമ്പോൾ ആ മൊബൈൽ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് കുട്ടികളിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. ഇന്നലെ ഈ കുട്ടികൾ മുംബൈയിൽ എത്തിയതിനു ശേഷം അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ കയറി മുടി മുറിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സമയത്ത് ഈ കുട്ടികളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നതായി ഈ ബ്യൂട്ടി പാർലർ ഉടമ തന്നെ വ്യക്തമാക്കിയിരുന്നത്. മീഡിയയോട് അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി, അതായത് ഇവർ മുംബൈയിൽ ഉണ്ട് എന്നുള്ള ഈ ദൃശ്യങ്ങൾ വന്നതോടുകൂടി ഈ ദൃശ്യങ്ങൾ പോലീസ് ഈ കുട്ടികളുടെ മാതാപിതാക്കളെ കാണിച്ച് ഉറപ്പുവരുത്തി ഇത് കുട്ടികളാണോ എന്ന് ഉറപ്പുവരുത്തിയതോടുകൂടിയാണ് പോലീസ് ഈ കുട്ടികൾ അവിടെയുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് പിന്നീട് അങ്ങോട്ടുള്ള നീക്കങ്ങൾ വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു പോലീസ് നടത്തിയത് എന്നുള്ളതാണ്. അവിടെയുള്ള മലയാളി അസോസിയേഷൻ ആളുകളുമായി ബന്ധപ്പെടുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഫോട്ടോക്ക് പകരം ഈ വീഡിയോകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു. അങ്ങനെയാണ് ഈ കുട്ടികളെ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ 11:30 കൂടി ഇവർ പൻവേലിയിലേക്ക് ട്രെയിനിൽ പോകുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. അതിനുശേഷം പിന്നീട് 1:45 കൂടിയാണ് കുട്ടികളെ റെയിൽവേ പോലീസ് ആദ്യം ട്രെയിനിൽ നിന്ന് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള തിരച്ചിലായിരുന്നു അവിടെ നടന്നിരുന്നത്. കുട്ടികളുടെ പേര് വിളിച്ചുകൊണ്ടൊക്കെ തന്നെ ഈ കൃത്യമായി പോലീസും അതോടൊപ്പം തന്നെ അവിടെ നാട്ടുകാരും ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ ഇതിന്റെ പിറകിലായിരുന്നു എന്നുള്ളതാണ്. ഒരു നാട് മുഴുവൻ ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഒരു നാട് മുഴുവൻ 2 പെൺകുട്ടികൾക്കായി അവർ സുരക്ഷിതരായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇവരെ തെരഞ്ഞുകൊണ്ടിരുന്ന സമയമാണ്.